മാർ ക്രിസോസ്റ്റം ബിഷപ്പ് ഒരിക്കലൊരു SCMൻ്റെ സമ്മേളനം, സ്റ്റുഡൻസ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, തിരുവല്ല മാർത്തോമാ കോളേജിൽ മാർ ക്രിസോസ്റ്റം ബിഷപ്പ് നിറഞ്ഞ സദസ്സിനോട് പ്രസംഗിക്കുകയാണ്. പ്രസംഗത്തിനിടയിൽ തന്നെ കേൾക്കുന്നവരോട് ഒരു ചോദ്യം ബിഷപ്പ് ഉയർത്തി. വേദപുസ്തകം കൃത്യമായി വായിക്കുന്നവർ ഒന്ന് കൈ ഉയർത്താമോ? ഒട്ടുമുക്കാൽ സദസ്യരും വളരെ ആവേശത്തോടെ കൈകൾ ഉയർത്തി. തുടർന്ന് ബിഷപ്പ് മറ്റൊരു ചോദ്യം ചോദിച്ചു. മലയാള മനോരമ പത്രം ആരൊക്കെ വായിക്കും? എല്ലാവരും പിന്നെയും കൈകൾ ഉയർത്തി. വളരെ ഗൗരവത്തിൽ ബിഷപ്പ് തൻ്റെ കേൾവിക്കാരോട് പറഞ്ഞു, മേലാൽ നിങ്ങൾ ആരും വേദപുസ്തകം വായിക്കരുത്, മലയാള മനോരമ വായിക്കണം. മേലാൽ നിങ്ങൾ ആരും വേദപുസ്തകം വായിക്കരുത്, മലയാള മനോരമ വായിക്കണം. കൂടിയിരുന്ന വിദ്യാർത്ഥികളും അധ്യാപകരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയിരിക്കുകയാണ്. ശ്രോതാക്കൾ വളരെ അത്ഭുതത്തോടു കൂടി ഇരിക്കുമ്പോൾ ബിഷപ്പ് തുടർന്ന് വിശദീകരിച്ചു. അദ്ദേഹം പറഞ്ഞു, ബൈബിൾ വായിക്കരുത് എന്ന് പറയാൻ കാരണം ബൈബിൾ കേവല വായനയ്ക്കുള്ളതല്ല, ബൈബിൾ ധ്യാനിക്കാനും ഗ്രഹിക്കാനും പഠിക്കാനും ഉള്ളതാണ്. മനോരമ വായിക്കാനുള്ളതാണ്. അതെ, വിശുദ്ധ തിരുവെഴുത്ത് ഗ്രഹിക്കാനും ധ്യാനിക്കാനും പഠിക്കാനും വ്യാഖ്യാനിക്കാനുമൊക്കെ ഉള്ളതാണ്. വൈദിക വിദ്യാഭ്യാസം, ദൈവശാസ്ത്ര അഭ്യസനം, തിയോളജിക്കൽ എഡ്യൂക്കേഷൻ, സൺഡേ സ്കൂൾ, വചന പഠന കൂട്ടായ്മകൾ എന്നിവയുടെ പ്രാധാന്യത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിവസമാണ് ഈ ദിവസം. ദൈവത്തെക്കുറിച്ചുള്ള അറിവും അനുഭവവും ആഴപ്പെടുത്താൻ നമ്മെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ, സൺഡേ സ്കൂൾ അധ്യാപകർ, പുരോഹിതർ, ശുശ്രൂഷകർ, സെമിനാരി അധ്യാപകർ, ദൈവശാസ്ത്ര പണ്ഡിതർ തുടങ്ങിയവരോടുള്ള ആദരവ് ആമുഖമായി പങ്കിടട്ടെ. സെമിനാരികളെയും ദൈവശാസ്ത്ര കലാലയങ്ങളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം. ദൈവശാസ്ത്ര പഠന മേഖല വെല്ലുവിളിക്കപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിരവധി അടിസ്ഥാന ചോദ്യങ്ങൾക്ക് കൂടുതൽ വ്യക്തത കൈവരേണ്ടതുണ്ട്. ഈ ദൈവശാസ്ത്ര അഭ്യസനം, വൈദിക വിദ്യാഭ്യാസം, ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആശങ്കകളും ചോദ്യങ്ങളുമൊക്കെ നമുക്കുണ്ട്. എന്നാൽ അതിൽ നിന്ന് രണ്ട് ചോദ്യങ്ങൾ ആമുഖമായി നമുക്ക് പരിശോധിക്കാം. ഒന്ന്, വാസ്തവത്തിൽ ഈ സെമിനാരി പഠനം, വൈദിക വിദ്യാഭ്യാസം അത്യാവശ്യമാണോ? അത് ജീവിതത്തിൽ വേണ്ടുന്നതാണോ സെമിനാരി പഠനം? ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 46-ാമത്തെ വചനം, യേശു ഗുരുക്കന്മാരെ കേൾക്കുകയും ചോദ്യങ്ങൾ ചോദിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 22-ാം അധ്യായം പൗലോസ് ഗമാലിയേൽ എന്ന ഗുരുവിന്റെ കാൽ കീഴെ ഇരുന്ന് പഴയ നിയമം പഠിച്ചതായി നാം വായിക്കുന്നു. എഫെസ്യർ ലേഖനം 4-ാമത്തെ അധ്യായം, ദൈവം സഭയിൽ വിശുദ്ധന്മാരെ ശുശ്രൂഷയ്ക്കായി ഒരുക്കുവാനും പഠിപ്പിക്കുവാനും അവർക്ക് ആത്മീയ വർധന വരുത്തുവാനും ഉപദേഷ്ടാക്കന്മാരെ ആക്കി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ അധ്യാപനം, ദൈവവചന പഠനം ഒരു ദൈവ നിയോഗമാണ്. ക്രമീകൃതമായി നാം ദൈവവചനം പഠിക്കുമ്പോൾ സത്യവചനം യഥാർത്ഥമായി പ്രസംഗിക്കപ്പെടും. 2 തിമോഥെയോസ് 2-ാം അധ്യായം 15-ാമത്തെ വാക്യം, അറിഞ്ഞുകൂടാത്ത പ്രസംഗകരെ കൊണ്ട് പ്രസംഗപീഠങ്ങൾ അശുദ്ധമാക്കപ്പെട്ടു പോകുന്നു. ആരോ പറഞ്ഞതുപോലെ എതിരാളികളെക്കാളും വ്യാഖ്യാനികരുടെ കയ്യിലാണ് ഇന്ന് വേദപുസ്തകം കൂടുതൽ കഷ്ടപ്പെടുന്നത്. ശമൂവേലിന്റെ 1-ാം പുസ്തകം 12-ാമത്തെ അധ്യായം പ്രാർത്ഥനയുടെ ആത്മനിറവ് അനുഭവിച്ച അധ്യാപകനായി ശമൂവേലിനെ അവതരിപ്പിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 13-ാം അധ്യായം പൗലോസ്, ബർന്നബാസ് എന്നിവർ അന്ത്യോക്യയിലെ സമർപ്പിതരായ അധ്യാപകരായിരുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ തെളിയുന്ന ഒരു യാഥാർത്ഥ്യം, സെമിനാരി പഠനം, വൈദിക വിദ്യാഭ്യാസം, ദൈവശാസ്ത്ര അഭ്യസനം നിശ്ചയമായി അനിവാര്യമാണ്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധം ആഴപ്പെടാൻ, ശരിയായി ചിന്തിക്കാൻ, മനസ്സിനെ ഒരുക്കാൻ, ക്രമപ്പെടാൻ, അച്ചടക്കമുണ്ടാകാൻ, ആഴമുണ്ടാകാൻ ദൈവ വചന പഠനം അനിവാര്യമാണ്. ആവർത്തന പുസ്തകം 6-ാം അധ്യായം, യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം, ദൈവവചന പഠനം ദൈവത്തിൻ്റെ ഒരു കൽപ്പന തന്നെയാണ്. രണ്ടാമത്തെ ചോദ്യം, ബൈബിളുമായി ബന്ധപ്പെട്ട വ്യാഖ്യാന പുസ്തകങ്ങൾ, ഗവേഷണ പുസ്തകങ്ങളൊക്കെ പഠിക്കാമോ? ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 25-27 വാക്യങ്ങളിൽ പഴയ നിയമ തിരുവെഴുത്ത് ശിഷ്യന്മാർക്ക് നന്നായി അറിയാമായിരുന്നിട്ടും യേശു ക്രിസ്തു അതിനെ അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നതുവരെ ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല. അപ്പോസ്തല പ്രവൃത്തികൾ 8-ാം അധ്യായം 26 മുതൽ 35 വരെയുള്ള വചനങ്ങൾ, നിർജ്ജനമായ വഴിയെ രഥത്തിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്നപ്പോഴും തിരുവെഴുത്ത് വായിക്കുവാൻ തക്കവണ്ണം അതിനെ വിലമതിച്ചവനായിരുന്നു എത്യോപ്യൻ അധികാരി. ഫിലിപ്പോസിനോട് എത്യോപ്യയിലെ അധികാരി ചോദിക്കുന്നുണ്ട്, ഒരുത്തൻ പൊരുൾ ഗ്രഹിച്ചു തരാഞ്ഞാൽ
എങ്ങനെ ഗ്രഹിക്കും? പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 15-16 വാക്യങ്ങൾ. അങ്ങനെ തന്നെ നമ്മുടെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനു തക്കവണ്ണം നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന സകല ലേഖനങ്ങളിലും എഴുതിയിട്ടുണ്ടല്ലോ. അവയിൽ ഗ്രഹിപ്പാൻ പ്രയാസമുള്ള ചിലതുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരതയുള്ളവർ ശേഷം തിരുവെഴുത്തുകളെപ്പോലെ അതും തങ്ങളുടെ നാശത്തിനായി കോട്ടിക്കളയുന്നു. മനസ്സിലാകാത്തവ, ഗ്രഹിക്കാൻ പ്രയാസമായവ മുറിവാക്യങ്ങളുടെ സഹായത്തോടെ അവരവർക്ക് തോന്നിയതുപോലെ സ്വന്തം ആശയങ്ങളിൽ വ്യാഖ്യാനിക്കാൻ നമുക്ക് അവകാശമില്ല. ഈ സാഹചര്യത്തിലാണ് ബൈബിളിനെ ശാസ്ത്രീയമായി പഠിച്ച നിരൂപണങ്ങളും ഗവേഷണങ്ങളും പഠന സഹായികളും പരിഭാഷകളും റഫറൻസ് ഗ്രന്ഥങ്ങളും സാഹിത്യ പഠനങ്ങളും ചരിത്ര പഠനങ്ങളും അനിവാര്യമായി മാറുന്നത്. വചനത്തിന്റെ യഥാർത്ഥ പൊരുൾ ഗ്രഹിച്ച് വിശകലനം ചെയ്യുന്ന ആഴമേറിയ അനുഭവമാണ് നമുക്ക് വേണ്ടത്. വേദഭാഗത്തിന്റെ യഥാർത്ഥ പശ്ചാത്തലം ഏതാണ്? ആരായിരുന്നു അന്നത്തെ ശ്രോതാക്കൾ? സാമൂഹിക രാഷ്ട്രീയ പശ്ചാത്തലം എന്ത്? ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകളുടെ അർത്ഥവും വ്യാപ്തിയും എക്സജീസിസ് എന്ന് പറയും. സമകാലിക ചിന്തകളെ സ്വാധീനിക്കുന്ന വിശകലനങ്ങളുണ്ടോ? ദൈവം ഈ വചനത്തിലൂടെ ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് എന്താണ്? ബൈബിളിനെ ശരിയായി വ്യാഖ്യാനിക്കാനും ഇന്നത്തെ ജീവിതത്തിൽ പ്രയോഗിക്കാനും ഉതകുന്ന പഠന മേഖലയാണ് ബൈബിൾ ഹെർമെന്യൂട്ടിക്സ് അഥവാ ബൈബിൾ വ്യാഖ്യാന ശാസ്ത്രം. അതുകൊണ്ട് ബൈബിളിനെ കുറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള നല്ല പുസ്തകങ്ങളും നല്ല പഠനങ്ങളും നാം നിത്യജീവിതത്തിൽ ഉപയോഗിച്ചാൽ നിശ്ചയമായി നമ്മുടെ ആത്മീയ ജീവിതം കുറെ കൂടി അഴകുള്ളതായി അർത്ഥമുള്ളതായി മാറും എന്നതിന് സംശയമില്ല. മിദ്യാനിൽ മോശെ തന്റെ അമ്മാവപ്പനായ യിത്രോവിന്റെ ആടുകളെ മേയ്ക്കുന്ന വിവരണത്തോടെയാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം ആരംഭിക്കുന്നത്. യഹൂദ ക്രൈസ്തവ വിശ്വാസ പാരമ്പര്യങ്ങളിൽ വളരെ സുപ്രധാനമായ സ്ഥാനവും നിസ്തുലമായ വ്യക്തിത്വവും കൊണ്ട് വ്യത്യസ്തനാണ് മോശെ. ലേവ്യ ദമ്പതികളിലാണ് മോശെ പിറവിയെടുത്തതെങ്കിലും മിസ്രൈമിലെ രാജകുമാരിയുടെ വളർത്തുപുത്രനായി മോശെ വളർന്നു. തുടർന്ന് വേരുകൾ അറുക്കപ്പെട്ട ഒരു അഭയാർത്ഥിയെ പോലെ മിദ്യാൻ എന്ന സ്ഥലത്തെത്തി. മിദ്യാന്റെ പുരോഹിതനായ യിത്രോവിന്റെ ഭവനത്തിൽ ഇടയനും പുത്രിയായ സിപ്പോറയുടെ ഭർത്താവുമായി ജീവിക്കുമ്പോഴാണ് മോശയ്ക്ക് ദൈവവിളിയും നിയോഗവും ലഭിക്കുന്നത്. ചരിത്രപരമായി വ്യത്യസ്ത സാമൂഹിക സാംസ്കാരിക പശ്ചാത്തലങ്ങളുടെ സ്വാധീന വലയത്തിൽ രൂപപ്പെട്ട ഒരാളാണ് മോശെ. ആ മോശയ്ക്ക് ദൈവശാസ്ത്രം അഭ്യസിക്കാൻ, ദൈവത്തിന്റെ വഴിയിൽ പ്രയാണം ചെയ്യാൻ, നേതൃത്വ ഗുണം കൈവരാൻ നിർണായകമായി മാറിയ 3 അനുഭവങ്ങൾ പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 12 വചനങ്ങളുടെ വെളിച്ചത്തിൽ ചുരുക്കമായി പങ്കിടട്ടെ. പ്രധാനമായും 3 കാരണങ്ങൾ. 1, ദൈവശാസ്ത്ര അഭ്യസനം പരിചിത പാതകൾക്കപ്പുറമുള്ള പ്രയാണമാണ്. പരിചിതമായ പാതകൾക്ക് അപ്പുറമുള്ള പ്രയാണമാണ് ദൈവശാസ്ത്ര പഠനം, അഭ്യസനം. ബിയോണ്ട് ഫെമിലിയാരിറ്റി. ആടുകളുടെ സംരക്ഷണമാണ് മോശയുടെ ദൗത്യവും ഉത്തരവാദിത്വവും. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം, മോശെ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് വരെ കൊണ്ടു ചെന്നു എന്നാണ് വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. മരുഭൂമിക്കപ്പുറത്ത്, ആ പദം നമ്മൾ അടിവരയിടണം. മരുഭൂമിക്കപ്പുറത്ത് മോശെ തൻ്റെ ആടുകളെ അജ്ഞാതമായ പരിചയമില്ലാത്ത പുതിയ ഇടങ്ങളിലേക്ക് നയിക്കുകയാണ്. മറ്റുള്ള ഇടയന്മാർ സാധാരണമായി സ്വീകരിക്കാറുള്ളത് പരിചയമുള്ള വഴികളാണ്. പരിചയമുള്ള വഴികളാകുമ്പോൾ വലിയ അപകടങ്ങളൊന്നുമില്ല, അപ്പോൾ ആപത്തുകൾ കുറഞ്ഞിരിക്കും. സ്ഥിരം വഴിയാകുമ്പോൾ വിപത്തുകൾ കുറഞ്ഞിരിക്കും. എന്നാൽ മോശെ പരിചിത വഴിയിൽ നിന്ന് മാറി പുത്തൻ വഴികളും ഇടങ്ങളും തൻ്റെ ദൗത്യത്തിൽ സ്വീകരിക്കുകയാണ്. മോസസ് വാസ് ടേക്കിംഗ് ദം ആൻഡ് ഗോയിങ് ബിയോണ്ട് ദ ഫെമിലിയർ റൂട്ട്സ്. മോസസ് വാസ് ഡെയറിംഗ് ടു സ്റ്റെപ്പ് ബിയോണ്ട് ഫെമിലിയാരിറ്റി. ഇതാണ് ദൈവശാസ്ത്ര പഠനത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷത. നമ്മൾ സ്ഥിരം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ശൈലികളിൽ നിന്ന്, നമ്മുടെ സ്ഥിരമായ വഴികളിൽ നിന്ന് വേറിട്ടൊരു സഞ്ചാരം ദൈവത്തോടൊപ്പം നമുക്ക് സാധ്യമാണ്. അതാണ് ദൈവശാസ്ത്രത്തിന്റെ അടിസ്ഥാന തത്വം. ഗാന്ധിജി ഏതെങ്കിലുമൊക്കെ ഗ്രാമങ്ങളിൽ ചെല്ലുമ്പോൾ ആ ഗ്രാമവാസികളോട് ചോദിക്കുന്ന ചോദ്യം, എവിടെയാണ് തൊട്ടുകൂടാത്തവർ? എവിടെയാണ് തീണ്ടിക്കൂടാത്തവർ? എവിടെയാണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നവർ? എവിടെയാണ് അവഗണിക്കപ്പെട്ടവർ? എനിക്ക് അവരോടൊപ്പം വസിക്കണം എന്ന് ഗാന്ധി ജീവിതത്തിൽ ഏറ്റെടുത്ത നിശ്ചയദാർഢ്യമാണ് ഗ്രാമങ്ങൾക്ക് വെളിച്ചമായി ഭവിച്ചത്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു സ്റ്റേറ്റ്മെന്റ് വളരെ ശ്രദ്ധേയമായി ലോകത്തോട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഞാൻ കത്തോലിക്കനാണ്, എന്നാൽ എൻ്റെ ദൈവം കത്തോലിക്കനല്ല. പരിചിതമായ വഴികളിൽ പരിമിതിപ്പെടുന്നവരാണ് നമ്മൾ. എന്നാൽ ദൈവം മോശയെ വിളിക്കുന്നത്
മരുഭൂമിക്കപ്പുറത്തേക്ക് പുതിയ പാത, പുതിയ സാധ്യത തെളിയിക്കുകയാണ്. ബിയോണ്ട് ഫെമിലിയാരിറ്റി, സ്ഥിരമായ സുഖമുള്ള സ്വാർത്ഥതയുടെ പാതകളല്ല, അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ ദൈവശാസ്ത്ര അഭ്യസനം കൊണ്ട് നമുക്ക് സാധ്യമാണ്. 2, ദൈവശാസ്ത്ര അഭ്യസനം പശ്ചാത്തലങ്ങൾക്കപ്പുറമുള്ള പ്രയാണമാണ്. ബിയോണ്ട് ഫീൽഡ്, പശ്ചാത്തലങ്ങൾക്കപ്പുറമുള്ള പ്രയാണം. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം, ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബ് പർവ്വതത്തിൽ മോശെ മുൾപ്പടർപ്പ് കത്തുന്ന കാഴ്ചയാണ് കാണുന്നത്. മുൾപ്പടർപ്പ് കത്തുകയാണ്. ഈ മലനിരകളിൽ, പർവ്വതങ്ങളിൽ മുൾപ്പടർപ്പുകൾ കത്തുന്നത് ഒരു സാധാരണ കാഴ്ചയാണ്. എന്നാൽ കത്തുന്ന മുൾപ്പടർപ്പിന്റെ പശ്ചാത്തലത്തെ അസാധാരണമാക്കുന്നത് കത്തിയിട്ടും മുൾപ്പടർപ്പ് വെന്തുപോകുന്നില്ല എന്നതാണ്. പശ്ചാത്തലത്തിൽ അഗ്നിജ്വാലയാണ്, എന്നിട്ടും 3-ാമത്തെ വാക്യം, മുൾപ്പടർപ്പ് വെന്തുപോകാതിരിക്കുന്ന ഈ വലിയ കാഴ്ച എന്തെന്ന് നോക്കുന്ന മോശെ നമുക്ക് കാണാം. പശ്ചാത്തലത്തിൽ അഗ്നിജ്വാലയുടെ പുറം കാഴ്ചകൾക്കപ്പുറം യാഥാർത്ഥ്യം കണ്ടെത്താനുള്ള മനസ്സും നോട്ടവും അന്വേഷണവുമാണ് മോശയെ ഇവിടെ വ്യത്യസ്തനാക്കുന്നത്. ബിയോണ്ട് ഫീൽഡ്, പശ്ചാത്തലങ്ങൾക്കപ്പുറത്തേക്ക് പ്രയാണം ചെയ്യുമ്പോഴാണ് മോശ എന്ന നേതാവിന്റെ മാറ്റ് വർദ്ധിക്കുന്നത്. മോശെ തന്റെ അധ്വാന പരിസരത്ത് കാണുന്ന അടയാളത്തെ ശ്രദ്ധയോടെ നോക്കുകയാണ്, വീക്ഷിക്കുകയാണ്. നമ്മുടെ നിത്യജീവിതത്തിലെ പശ്ചാത്തലങ്ങളും കാഴ്ചകളും ദൈവം നമുക്ക് നൽകുന്ന അടയാളങ്ങളാണ്. നമ്മുടെ നോട്ടം ഈ മുൻപിലുള്ള പശ്ചാത്തലങ്ങളിൽ മാത്രം പരിമിതിപ്പെടുത്താതെ പശ്ചാത്തലങ്ങൾക്കപ്പുറമുള്ള യാഥാർത്ഥ്യങ്ങളെ കണ്ടെത്താൻ നമ്മൾ ശീലിക്കണം. പുറം കാഴ്ചയുടെ പശ്ചാത്തലത്തിനപ്പുറം പ്രയാണം ചെയ്യുമ്പോഴാണ് മോശെ ചരിത്രത്തിൽ ഇടം പിടിക്കുന്നത്. നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒതുങ്ങി, ഇംഗ്ലീഷിലൊരു ശൈലിയുണ്ട്, ഫ്രോഗ് ഇൻ ദ വെൽ, കിണറ്റിലെ തവളയെ പോലെ ചുരുങ്ങാനാണ് നമുക്കൊക്കെ താല്പര്യം. ചുറ്റുവട്ടങ്ങളുടെ റേഡിയസ് നാം വിശാലമാക്കണം. അതിനുവേണ്ടിയാണ് ദൈവശാസ്ത്ര അഭ്യസനം. പാരോക്കിയൽ എന്നൊരു ഇംഗ്ലീഷ് പദമുണ്ട്. ആ പദത്തിന്റെ അർത്ഥം സങ്കുചിതമായ, ഇടുങ്ങിയ, നാരോ മൈൻഡഡ്, ലിമിറ്റഡ് എന്നൊക്കെയാണ്. പശ്ചാത്തലങ്ങൾക്കപ്പുറം മുൾപ്പടർപ്പ് കത്തിക്കൊണ്ടിരിക്കുന്ന ഈ അഗ്നിജ്വാല, ആ വലിയ കാഴ്ച എന്ത്, ഈ അഗ്നിക്കപ്പുറമുള്ള കാഴ്ച എന്ത് എന്ന് അന്വേഷിക്കുമ്പോഴാണ് ദൈവശാസ്ത്ര അഭ്യസനം പൂർണ്ണമാകുന്നത്. പശ്ചാത്തലങ്ങൾക്കപ്പുറത്തേക്ക് പ്രയാണം ചെയ്തവർ മാത്രമാണ് ചരിത്രത്തിൽ അടയാളങ്ങൾ തീർത്തിട്ടുള്ളത്. കേവലം കാഴ്ചക്കാരോ കേൾവിക്കാരോ ആവുകയല്ല, പുത്തൻ തിരിച്ചറിവുകളും പുതിയ ബോധ്യങ്ങളും കൈവരികയാണ് പ്രധാനം. ഒരുപാട് കാഴ്ചകളിലൊക്കെ നമ്മളിങ്ങനെ കുടുങ്ങി നിൽക്കുകയാണ്. യൂട്യൂബ് നോക്കി ഹിപ്നോട്ടിസം പരീക്ഷിച്ച് കൊടുങ്ങല്ലൂരിലെ 10-ാം ക്ലാസ്സിലെ 4 വിദ്യാർത്ഥികൾക്ക് ബോധം പോയി എന്നൊരു വാർത്ത നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു. യൂട്യൂബിലെ വിസ്മയിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ട് അതിനപ്പുറത്തേക്കുള്ള യാഥാർത്ഥ്യം എന്താണ്, എന്താണ് ശരി, എന്താണ് സത്യം എന്ന് അന്വേഷിക്കാനുള്ള ഒരു ക്ഷമയില്ലാതെ കേവല കാഴ്ചകളിൽ നമ്മൾ തകർന്നു പോവുകയാണ്. ഇന്നത്തെ കേരള കൗമുദി പത്രത്തിൽ എഴുതിയിരിക്കുന്നൊരു വലിയ വാർത്തയുണ്ട്. കഴിഞ്ഞ 2 വർഷത്തിനിടെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 12.76 കോടിയുടെ സൈബർ തട്ടിപ്പ് നടന്നിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ജില്ലയിൽ മാത്രം 13 കോടിയോളം രൂപയുടെ സൈബർ തട്ടിപ്പ്. എന്തൊക്കെയാണ് ഈ പുറം കാഴ്ചകളിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന വാഗ്ദാനങ്ങൾ? നിങ്ങളുടെ വരുമാനം ഇരട്ടിയാക്കി തരാം, സമ്മാനം ലഭിച്ചതായി തെറ്റിദ്ധരിപ്പിക്കുന്നു, തൊഴിൽ തട്ടിപ്പ്, വിസ തട്ടിപ്പ് തുടങ്ങി പുറം കാഴ്ചകളിൽ നമ്മുടെ ജീവിതത്തെ വഞ്ചിച്ചു കളയാൻ ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആധുനിക കാഴ്ചകളാണ്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്നൊരു പദം തന്നെ പ്രബലമാണ്. കയ്യിൽ കിട്ടുന്ന പോസ്റ്റുകളൊക്കെ നമ്മളിങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ഇത് സത്യമാണോ, ഇത് യാഥാർത്ഥ്യമാണോ എന്ന് അന്വേഷിക്കാനുള്ള ഒരു അർപ്പണം നമുക്കുണ്ടാകണം. അവിടെയാണ് ദൈവവചനത്തിൻ്റെ അഭ്യസനം നാം മാറ്റുരച്ച് നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ടത്. 3, ദൈവശാസ്ത്ര അഭ്യസനം പതിവുകൾക്കും അപ്പുറമുള്ള പ്രയാണമാണ്. ബിയോണ്ട് ഫ്രീക്വൻസ്, പതിവുകൾക്കും അപ്പുറമുള്ളൊരു സഞ്ചാരമാണ് ദൈവശാസ്ത്ര അഭ്യസനം നൽകുന്ന പ്രധാനപ്പെട്ട ഒരു നന്മ. ഹോരേബ് പർവ്വതം, ഹോരേബ് എന്ന വാക്കിന്റെ അർത്ഥം ഊഷരമായത്, പാഴ്നിലം എന്നൊക്കെയാണ്. ഊഷരമായ പാഴ്നിലമായ ഹോരേബാണ് ദൈവത്തിന്റെ പർവ്വതമായി പരിവർത്തനം ചെയ്യുന്നത്. ദൈവത്തിന്റെ ഇടമായതുകൊണ്ടാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയോട് പറയുന്നത്, ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ്, കാലിൽ നിന്ന് ചെരുപ്പ് അഴിച്ച് കളക. ഒരു പാഴ്നിലം എന്ന പേരിലാണ് ഹോരേബ് അറിയപ്പെട്ടിരുന്നത്. ഒരു ഊഷര ഭൂമി, പ്രയോജനമില്ലാത്ത ഫലശൂന്യമായ ഒരു ഇടം. എന്നാൽ ആ ഹോരേബിനെ ദൈവത്തിന്റെ പർവ്വതമായി പരിവർത്തനം ചെയ്യുക വഴി പാഴ്നിലത്തെ ദൈവസാന്നിധ്യമുള്ള വിശുദ്ധ ഭൂമിയായി മോശെ തിരിച്ചറിയുകയാണ്. ദൈവത്തിന്റെ സാന്നിധ്യവും ഇടപെടലും ഈ ദൈവാലയത്തിന്റെ 4 ചുവരുകൾക്കുള്ളിലെ വിശുദ്ധ ഇടങ്ങളിൽ മാത്രമാണ് എന്നതായിരുന്നു പതിവ്.
എന്നാൽ വിമോചകനായ ദൈവം പാഴ്നിലമായിരുന്ന ഹോരേബിൽ മോശയോട് ഇടപെട്ടത് വഴി നിലനിന്നിരുന്ന പരമ്പരാഗതമായ ധാരണകളും പതിവുകളും പൊളിച്ചെഴുതുകയാണ്. ഈ 4 ചുവരുകൾക്കുള്ളിലെ ദൈവാലയത്തിൽ മാത്രമല്ല ദൈവം വസിക്കുന്നത് എന്നും പാഴ്നിലമായ മുൾപ്പടർപ്പിന്റെ ഊഷരഭൂമിയായ ഹോറേബിലും ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. എല്ലായിടത്തും നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാണ് എന്ന് മോശയ്ക്ക് ബോധ്യം നൽകി ദൈവം വിമോചിപ്പിക്കുകയാണ്. മോശയെ കൊണ്ടു നടന്ന പതിവ് ദൈവസങ്കല്പങ്ങളെല്ലാം പൊളിച്ചെഴുതുകയാണ്. ദൈവാലയത്തിലെ ചുവരുകൾക്ക് ഉള്ളിൽ നിന്ന് പുറം ലോകത്തിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം, വിജനമായ മരുഭൂമിയിലും പാഴ്നിലമായ പർവ്വതത്തിലും ദൈവമുണ്ട് എന്ന ബോധ്യം മോശയിൽ ദൃഢപ്പെടുകയാണ്. പാഴും ശൂന്യവുമായ ഇടങ്ങൾക്ക് പവിത്രത നൽകി അൾത്താരയായി ഉയർത്തുന്നൊരു ദൈവമുണ്ട് എന്നതാണ് പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം നൽകുന്ന 3-ാമത്തെ പാഠം. നാം നിരന്തരം എഴുതിത്തള്ളുന്ന പാഴ്നിലങ്ങളെക്കുറിച്ച്, പതിവുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെല്ലാം പൊളിയുന്നതാണ് ദൈവശാസ്ത്ര അഭ്യസനം. ഇത്തരം പൊളിച്ചെഴുതലിൻ്റെ പരിശ്രമങ്ങളാണ് ദൈവശാസ്ത്ര അഭ്യസനത്തിൽ സംഭവിക്കേണ്ടത്. ആ ഗുരുവിന് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു കൃത്യമായി അഭ്യസനങ്ങളിൽ പങ്കെടുക്കുന്ന ശിഷ്യൻ. വളരെ കൃത്യമായി ആത്മാർപ്പണത്തോടെ കഠിനാധ്വാനം ചെയ്ത ആ ശിഷ്യൻ ആ സംഗീതം സ്വായത്തമാക്കി. അരങ്ങേറ്റത്തിൻ്റെ ദിവസമെത്തി. ഈ ശിഷ്യൻ്റെ അവതരണം കാണാൻ ആളുകളൊക്കെ ഇങ്ങനെ തടിച്ചു കൂടിയിട്ടുണ്ട്. ശിഷ്യൻ ഓരോരോ പാട്ടായി താൻ അഭ്യസിച്ച, ഗുരുവിൻ്റെ കീഴിൽ അഭ്യസിച്ച ഓരോരോ സംഗീതം മനോഹരമായി ഉയർത്തി. ആളുകളൊക്കെ കൈയടിക്കുന്നുണ്ട്, ആളുകളൊക്കെ സന്തോഷം പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ ശിഷ്യൻ ഓരോ പാട്ട് വളരെ സംഗീതത്തോടെ അവതരിപ്പിക്കുമ്പോൾ ആളുകളൊക്കെ അഭിനന്ദിക്കുന്നുണ്ട്, ആളുകളൊക്കെ കൈയടിച്ച് കരഘോഷം സന്തോഷവും ഒക്കെ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഈ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ശിഷ്യന് ഒരു സന്തോഷം പോരാ. ശിഷ്യൻ വളരെ വേദനയോടെ കാണപ്പെട്ടു. ഓരോ പാട്ട് കഴിയും തോറും ശിഷ്യൻ്റെ മുഖം വളരെ വേദനാജനകമായി. ചില ആളുകൾ വന്ന് ഈ ശിഷ്യനോട് ചോദിച്ചു, എന്തു പറ്റി? നീ നന്നായിട്ട് സംഗീതം ഉയർത്തുന്നു, ഈ ആളുകളൊക്കെ കൈയടിക്കുന്നു, എല്ലാവരും നല്ല വാക്ക് പറയുന്നു, പ്രോത്സാഹിപ്പിക്കുന്നു, അഭിനന്ദിക്കുന്നു, എന്നിട്ടും നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തതെന്ത്? ശിഷ്യൻ പറഞ്ഞു, എൻ്റെ ഈ അരങ്ങേറ്റം കാണാൻ എൻ്റെ ഗുരുവും വന്നിട്ടുണ്ട്. ഈ ആളുകൾക്കിടയിൽ ഏറ്റവും പുറകിലായി ഒരു വശത്ത് എൻ്റെ ഗുരുവും ഞാൻ ഉയർത്തുന്ന സംഗീതം ശ്രദ്ധിക്കുന്നുണ്ട്. പക്ഷേ ആ ഗുരു കൈയടിക്കുന്നത് ഇതുവരെയും ഞാൻ കണ്ടില്ല. ആ ഗുരു അഭിനന്ദിക്കുന്നത് ഞാൻ കണ്ടില്ല. ആ ഗുരു സന്തോഷം പ്രകടിപ്പിക്കുന്നത് ഞാൻ കണ്ടില്ല. ആളുകളെല്ലാവരും കൈയടിക്കുന്നു, ആളുകൾ സന്തോഷിക്കുന്നു, ആളുകൾ അഭിനന്ദിക്കുന്നു. പക്ഷേ എന്നെ ഇതുവരെയും അഭ്യസിപ്പിച്ച എൻ്റെ ഗുരുവിൻ്റെ മുഖത്തൊരു സന്തോഷമില്ല. ആ ഗുരുവിൻ്റെ മുഖം എപ്പോഴാണോ സന്തോഷിക്കുന്നത്, അവിടെയാണ് എൻ്റെ പരിശീലനവും എൻ്റെ അഭ്യസനവും അർത്ഥമുണ്ടാകുന്നത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള ബോധ്യം, ക്രിസ്തുവിന് എപ്പോഴാണോ പ്രസാദകരമായി മാറുന്നത്, അവിടെയാണ് നമ്മുടെ ശുശ്രൂഷകളും ദൈവശാസ്ത്രത്തിൻ്റെ അഭ്യസനവും അർത്ഥമുണ്ടാകുന്നത്. ആളുകളൊക്കെ കൈയടിച്ചേക്കാം, അഭിനന്ദനം പറഞ്ഞേക്കാം, നല്ല വാക്കുകൾ പറഞ്ഞേക്കാം. പക്ഷേ ഗുരു വന്നിട്ടുണ്ട്. ആ ക്രിസ്തു ശ്രദ്ധയോടെ നമ്മെ കേൾക്കുന്നുണ്ട്, നമ്മെ കാണുന്നുണ്ട്. ആ ഗുരു നമ്മളെക്കുറിച്ചൊരു നല്ല വാക്ക് പറയുമ്പോൾ അവിടെയാണ് ജീവിതം അർത്ഥമുണ്ടാകുന്നത്. 3 വാക്കുകളാണ് പങ്കിട്ടത് ദൈവശാസ്ത്ര അഭ്യസനം. 1, പരിചിതമായ പാതകൾക്കപ്പുറമുള്ള പ്രയാണമാണ്, ബിയോണ്ട് ഫെമിലിയാരിറ്റി. 2, പശ്ചാത്തലങ്ങൾക്കപ്പുറമുള്ള പ്രയാണമാണ്, ബിയോണ്ട് ഫീൽഡ്. 3, പതിവുകൾക്കപ്പുറമുള്ള പ്രയാണമാണ്, ബിയോണ്ട് ഫ്രീക്വന്റ്. ഈ 3 വാക്കുകളും എഫിൽ ആരംഭിക്കുന്നത് കൊണ്ട് നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമുണ്ട്. ബിയോണ്ട് ഫെമിലിയാരിറ്റി, ബിയോണ്ട് ഫീൽഡ് ആൻഡ് ബിയോണ്ട് ഫ്രീക്വന്റ്. ദൈവമേ, പരിചിത പാതകൾക്കും പശ്ചാത്തലങ്ങൾക്കും പതിവുകൾക്കുമൊക്കെ അപ്പുറം എൻ്റെ ദൈവത്തിൽ അർപ്പണം ചെയ്യാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ.